ഇരിക്കുന്നത്. മോഹൻലാലും മറ്റുള്ള വില്ലന്മാരും തിയേറ്ററിൽ തന്നെ ആടിത്തിമിർത്ത് പര്യവസാനിക്കുമ്പോൾ ലളിത എന്ന കഥാപാത്രം നമ്മുടെ കൂടെ ഇങ്ങനെ പോരുകയാണ്. പ്രത്യേകിച്ചും അതുപോലെ കഷ്ടപ്പെടുന്ന സ്ത്രീകളെ വളരെയധികം മനസ്സിൽ തൊട്ടുണർത്തുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. ആ ലളിത എന്ന കഥാപാത്രത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും മെനഞ്ഞ് ആ സിനിമയിലേക്ക് തിരികിയിട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഈ രീതിയുമാണ് എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നുന്നത്. വൺ മോർ ഫെദർ ഇൻ യുവർ ക്രൗൺ മാം പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഭരതനാട്യത്തിൽ പുതിയ ശൈലികൾ കൊണ്ടുവന്ന് ഭാരത പുരസ്കാരങ്ങൾ നേടിയ മാമിനെ അഭിമാനിക്കാം ഈ ഒരു കഥാപാത്രം. ഇതില് വില്ലൻ വേഷങ്ങളിൽ വന്നിരിക്കുന്നവരാട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ കാണും. ഇതുപോലെ ചിരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തകർക്കുന്ന കഥാപാത്രങ്ങൾ വളരെ താതാത്മ്യത്തോടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതേപോലുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷെ അത് അതേപോലെ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വളരെയധികം പ്രാഗൽഭ്യം ഉള്ളവർ തന്നെയാണ്. മാത്രവുമല്ല, ഒരു നിരപരാധിയെ ക്രൂശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്. അത് ശോഭന മാം ഒരൊറ്റ നോട്ടത്തിൽ